Role of antipsychotics in managing schizophrenia അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷൻ. അത് മനസ്സിലാക്കുന്നതിന് മുന്നോടിയായിട്ട് സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോട്ടിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് ഉണ്ടാകാനുള്ള ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഡോപ്പമൈൻ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് സൈക്കോട്ടിക് കണ്ടീഷനിലെ ഓരോരോ ക്ലിനിക്കൽ ഫീച്ചേഴ്സിൻ്റെയും കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നോടിയായി ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതൊക്കെ മേഖലകളിലാണ് ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 പാത്വേ ഉണ്ട്, ഡോപ്പമിൻ പാത്വേസ്. ദാറ്റ് ഈസ് മീസോലിംബിക് പാത്വേ, മീസോകോർട്ടിക്കൽ പാത്വേ, നിഗ്രോസ്ട്രിയേറ്റൽ പാത്വേ ആൻഡ് ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേ. ഇങ്ങനെ ഇതുപോലെ ഒരു 4 പാത്വേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മീസോലിംബിക് പാത്വേ. അപ്പോൾ ആ പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുതലായിട്ടാണ് സൈക്കോട്ടിക് കണ്ടീഷനിൽ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ പോലുള്ള സൈക്കോട്ടിക് കണ്ടീഷനിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നത് മൂലം പോസിറ്റീവ് സിംറ്റംസ് അഥവാ അധിക രോഗലക്ഷണങ്ങൾ ലൈക്ക് ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ് ഇതെല്ലാം കാണപ്പെടുന്നു. അപ്പോൾ എലിവേറ്റഡ് ലെവൽ ഓഫ് ഡോപ്പമിൻ ഇൻ മീസോലിംബിക് സിസ്റ്റം may give rise to positive symptoms എന്ന് നമുക്ക് പറയാം, ലൈക്ക് ഡെലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ്. നെക്സ്റ്റ് പാത്വേ നമ്മൾ ഡോപ്പമിൻ്റെ കൺസിഡർ ചെയ്യുന്നത് മീസോകോർട്ടിക്കൽ പാത്വേ ആണ്. മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് സൈക്കോട്ടിക് കണ്ടീഷനിൽ പൊതുവെ കുറഞ്ഞാണ് കാണാറുള്ളത്. സൈക്കോട്ടിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സ്കീസോഫ്രീനിയയിൽ പൊതുവെ കുറവാണ് കാണുന്നത്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറവാവുന്നത് മൂലം അവിടെ നെഗറ്റീവ് സിംറ്റംസ് ആണ് കാണുന്നത്. നെഗറ്റീവ് സിംറ്റംസ് ഇൻക്ലൂഡ് സോഷ്യൽ വിഡ്രോവൽ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ 2 പാത്വേ ആണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഡോപ്പമിൻ്റെ പാത്വേ സ്കീസോഫ്രീനിയ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൂടാതെ നിഗ്രോസ്ട്രിയേറ്റൽ പാത്വേ ആൻഡ് ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേ എന്നുള്ള 2 പാത്വേസും കൂടിയുണ്ട്. അതിൽ നിഗ്രോസ്ട്രിയേറ്റൽ പാത്വേ എന്ന് പറയുന്ന പാത്വേയിൽ മെയിൻലി നമ്മുടെ ഒരു മോട്ടോർ ആക്ടിവിറ്റീനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഏരിയ ഓഫ് ബ്രെയിൻ ആണ്. അപ്പോൾ ആ പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് ഒരു ഒപ്റ്റിമം ലെവലിലാണെങ്കിലാണ് നമുക്കൊരു നോർമൽ മോട്ടോർ ആക്ടിവിറ്റീസൊക്കെ പോസിബിൾ. അത് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ അതിൻ്റെ അനന്തരഫലമായിട്ട് കൂടുന്നത് മൂലം സെർട്ടൺ ഇറിറ്റബിൾ ആക്ടിവിറ്റീസ് ഓർ സെർട്ടൺ സ്റ്റിഫ്നെസ് ഓർ കാറ്ററ്റോണിക് ബിഹേവിയേഴ്സൊക്കെ വരാം. കുറയുന്നത് മൂലം അവിടെ ട്രെമേഴ്സ് അല്ലെങ്കിൽ അബ്നോർമൽ മസിൽ ടോൺ ഇതെല്ലാം സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നിഗ്രോസ്ട്രിയേറ്റൽ പാത്വേ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേ. ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേയിൽ മേജറായിട്ട് ഉള്ള ഒരു ഡോപ്പമിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ സെക്രീഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രൊലാക്റ്റിൻ സെക്രീഷൻ കുറയ്ക്കുക എന്നാണ് ഡോപ്പമിൻ്റെ ഒരു മേജർ ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദി 4 മേജർ പാത്വേസ് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സ്കീസോഫ്രീനിയ ആൻഡ് ഡോപ്പമൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഓരോരോ സിംറ്റംസിന് കാരണങ്ങൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി. അതായത് മീസോലിംബിക് പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് കൂടുന്നത് മൂലം പോസിറ്റീവ് സിംറ്റംസ്, മീസോകോർട്ടിക്കൽ പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നത് മൂലം നെഗറ്റീവ് സിംറ്റംസ്, നിഗ്രോസ്ട്രിയേറ്റൽ പാത്വേയിൽ ഒപ്റ്റിമം ലെവൽ ആണെങ്കിൽ കുഴപ്പമില്ല, ഒപ്റ്റിമം ലെവൽ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ കാറ്ററ്റോണിക് ബിഹേവിയർ അല്ലെങ്കിൽ അബ്നോർമൽ ഇറിറ്റബിൾ ട്രെമേഴ്സ് ഇങ്ങനെയുള്ള മോട്ടോർ ആക്ടിവിറ്റീസൊക്കെ കാണാവുന്നതാണ്. ആൻഡ് ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേയിൽ പ്രൊലാക്റ്റിൻ സെക്രീഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ ഡോപ്പമിൻ സഹായിക്കുന്നു. ദെൻ കമ്മിങ് ടു ആൻറ്റിസൈക്കോട്ടിക്സ്. ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഓഫ് മെഡിസിനെ നമുക്ക് മേജറായിട്ട് 2 ക്ലാസിഫിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആൻഡ് എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്നുള്ള 2 ക്ലാസിഫിക്കേഷനാണ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്കെടുക്കാം
ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിന് ഉദാഹരണമായിട്ടുള്ളതാണ് ക്ലോർപ്രൊമാസിൻ, ട്രൈഫ്ലൂവപെരാസിൻ, ഇങ്ങനെയുള്ള മെഡിസിനൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വളരെ അധികം മെഡിസിൻസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് മേജറായിട്ട് ഡോപ്പമിൻ്റെ റിസപ്റ്റേഴ്സിലെയാണ് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത്. മെയിൻലി ഓൺ D2 റിസപ്റ്റേഴ്സ്. ഡോപ്പമിന് വളരെ അധികം റിസപ്റ്റേഴ്സ് ഉണ്ട്. D1, D2, D3, D4, D5 എന്ന ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ സ്കീസോഫ്രീനിയ പോലുള്ള കണ്ടീഷനിൽ ഏറ്റവും മേജറായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്ന റിസപ്റ്റേഴ്സാണ് D1 റിസപ്റ്റേഴ്സും D2 റിസപ്റ്റേഴ്സും. അതിൽ D2 റിസപ്റ്റേഴ്സാണ് മേജർ ടാർഗറ്റ് ഓഫ് ദിസ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്. ദിസ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് majorly blocks these D2 receptors, thereby inhibiting the level of ഡോപ്പമിൻ എന്ന് പറയാം. അതായത് ഡോപ്പമിൻ്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. ബ്ലോക്കിംഗ് D2 റിസപ്റ്റേഴ്സ് എന്ന സിമ്പിൾ വേർഡ്സിൽ നമുക്ക് മെക്കാനിസം ഓഫ് ആക്ഷൻ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ അതുമൂലം എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഓരോരോ പാത്വേയിൽ എടുക്കാം. അതായത് ഡോപ്പമിൻ്റെ അളവ് കുറയുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പാത്വേ ആയ മീസോ ലിംബിക് പാത്വേയിൽ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? കുറയുന്നത് മൂലം പോസിറ്റീവ് സിംറ്റംസിന് ഒരു ശമനം ഉണ്ടാവുകയാണ്. അതായത് ദർ ഇസ് എ കൺട്രോൾ ഓവർ പോസിറ്റീവ് സിംറ്റംസ് ഇൻക്ലൂഡിങ് ഹാലുസിനേഷൻ ആൻഡ് ഡെലൂഷൻ. അപ്പോൾ ഡെലൂഷനും ഹാലുസിനേഷനും എല്ലാം ഈ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുത്തു കഴിയുമ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞ് അവിടെ ഒരു ശാന്തത അല്ലെങ്കിൽ അവിടെ ഒരു കുറവ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു നോർമലിലേക്ക് തന്നെ അവർ വരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അതായത് ഡെലൂഷൻ്റെയും ഹാലുസിനേഷൻ്റെയൊക്കെ തോത് കുറയുന്നതായിട്ട് കാണാം. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത പാത്വേയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. മീസോ ലിംബിക് പാത്വേയിൽ ഓൾറെഡി ഡോപ്പമിൻ്റെ അളവ് സ്കിസോഫ്രീനിയയിൽ കുറവായിരുന്നു. അതുമൂലമാണ് നെഗറ്റീവ് സിംറ്റംസും വന്നിരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ മൂലം വീണ്ടും അവിടെ ഡോപ്പമിൻ്റെ D2 റിസപ്റ്റേഴ്സിന് ബ്ലോക്കേജ് സംഭവിച്ച് ഡോപ്പമിൻ്റെ അളവ് വീണ്ടും കുറയുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വേഴ്സണിങ് ഓഫ് നെഗറ്റീവ് സിംറ്റംസ് ആണ്. അത് നെഗറ്റീവ് സിംറ്റംസ് കൂടുതൽ വഷളാവുകയാണ് അവിടെ കാണുന്നത്. അതായത് സോഷ്യൽ വിഡ്രോവൽ, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഇതെല്ലാം വീണ്ടും കൂടി അവർക്ക് കൂടുതൽ വിഡ്രോൺ ആയിട്ടുള്ള ഒരു ബിഹേവിയറൊക്കെയാണ് അവർ ഷോ ചെയ്യാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഈ മെഡിസിൻസിന് ഉള്ളത്. അടുത്തത് മൂന്നാമത്തെ പാത്വേ ആയ നിഗ്രോസ്ട്രിയാറ്റൽ പാത്വേ. അവിടെ നമുക്കറിയാം നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീനെ ഒരു ഒപ്റ്റിമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡോപ്പമിൻ അവിടെ ഒരു പ്രത്യേക ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ മൂലം അവിടെ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് റെഡ്യൂസ് ആകുമ്പോൾ വരുന്നതാണ് അബ്നോർമൽ മസിൽ മൂവ്മെൻറ്റ്സ് അവിടെ സംഭവിക്കുകയാണ്. അതാണ് എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്നാണ് അബ്നോർമൽ മസിൽ മൂവ്മെൻറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ പാർക്കിൻസോണിസം എന്ന് പറയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ എന്താ പറയുന്നത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം എന്നാണ് ആ ഒരു സ്പെസിഫിക് ഒരു ഫിനോമിനെ പറയുന്നത്. അതായത് ഈ ഡ്രഗ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് കഴിച്ചത് മൂലമുണ്ടാകുന്ന പാർക്കിൻസോണിസം, അതായത് ട്രെമേഴ്സ്, ബ്രാഡിക്കൈനേഴ്സ്, റിജിഡിറ്റി, ഇങ്ങനെയുള്ള പാർക്കിൻസോണിസത്തിൻ്റെ സിംറ്റംസ് എല്ലാം ഇങ്ങനെയുള്ള പേഷ്യൻസിന് കുറേ നാൾ ഇതുപോലുള്ള മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. ബിക്കോസ് ഓഫ് ദിസ് റിഡക്ഷൻ ഇൻ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ ഇൻ നിഗ്രോസ്ട്രിയാറ്റൽ പാത്വേ എന്ന് നമുക്ക് പറയാം. അതുകൂടാതെ അതിൽ വളരെയധികം ഡിസ്റ്റോണിയ, അക്കത്തീഷ്യ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മസിൽ ടോണുമായി ബന്ധപ്പെട്ടുള്ള സിംറ്റംസ് കാണാറുണ്ട്. ഈ സിംറ്റംസിനെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം അല്ലെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നിഗ്രോസ്ട്രിയാറ്റൽ പാത്വേയിലും ഡോപ്പമിൻ ലെവൽ കുറയുന്നത് മൂലം ഒരു അഡ്വേഴ്സ് എഫക്റ്റായിട്ട് EPS അല്ലെങ്കിൽ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം വരാറുണ്ട്. ദെൻ ഫോർത്ത് പാത്വേ ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേ. ട്യൂബറോ ഇൻഫൻറ്റിബുലാർ പാത്വേയിൽ മേജറായിട്ട് ഡോപ്പമിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞത് പ്രൊലാക്റ്റിൻ സെക്രീഷൻ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഈ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് മൂലം ഡോപ്പമിൻ്റെ അളവ് കുറയുകയും അവിടെ പ്രൊലാക്റ്റിൻ സെക്രീഷൻ കൂടുകയും ഗൈനക്കോമാസ്റ്റിയ എന്നുള്ള ഒരു കണ്ടീഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ദീസ് ആർ ദി മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ്. അപ്പോൾ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് മൂലം
നമുക്ക് പോസിറ്റീവ് സിംറ്റംസിൽ നല്ല കൺട്രോൾ വരുത്താൻ കഴിഞ്ഞെങ്കിലും നെഗറ്റീവ് സിംറ്റംസ് വഷളാവുകയും എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ്, ഗൈനക്കോമാസ്റ്റിയ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സൈഡ് എഫക്ട്സ് വരികയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഒരു ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്ന ഒരു പുതിയ ക്ലാസിഫിക്കേഷൻ, ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സ് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സിന് എക്സാമ്പിളായിട്ട് പറയാം ക്ലോസാപ്പൈൻ, ക്യൂറ്റിയപ്പൈൻ, ഒലൻസെപ്പൈൻ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് മെഡിസിൻസ് എല്ലാം അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ എക്സാമ്പിളാണ്. എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ നോട്ട് ഓൺലി ഓൺ D2 റിസപ്റ്റേഴ്സ്, ഇറ്റ് വിൽ ആക്ട് ഓൺ ദി സെറട്ടോണിൻ റിസപ്റ്റേഴ്സ് ഓൾസോ. അതായത് സെറട്ടോണിൻ ചില ഏരിയകളിൽ സെറട്ടോണിൻ്റെ റിസപ്റ്റേഴ്സിനെയും ബാക്കിയുള്ള ഏരിയകളിൽ ഡോപ്പമിൻ റിസപ്റ്റേഴ്സിനെയാണ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. thereby reducing the level of dopamine in certain area and also serotonin in certain area എന്ന് പറയാം. അപ്പോൾ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലാണ് ഈ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ ഒരു മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയാം. അതായത് ഡോപ്പാമിൻ, സെറട്ടോണിൻ ആൻറ്റഗോണിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ അത് ഓരോരോ സിസ്റ്റമായിട്ട് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ മീസോലിംബിക് പാത്വേയിൽ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ഡോപ്പാമിൻ റിസപ്റ്റേഴ്സിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോപ്പമിൻ്റെ അളവ് കുറയുന്നത് മൂലം കൺട്രോൾ ഓവർ പോസിറ്റീവ് സിംറ്റംസ് ആണ് വരുന്നത്. പക്ഷേ മീസോലിംബിക് പാത്വേയിൽ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് സെറട്ടോണിനിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. സെറട്ടോണിൻ ഡോപ്പമിൻ്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡോപ്പമിൻ്റെ അളവ് കുറയുവാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ മീസോകോർട്ടിക്കൽ പാത്വേയിൽ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് സെറട്ടോണിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് കുറയുന്നത് മൂലം ഡോപ്പമിൻ്റെ അളവ് അവിടെ കുറച്ച് കൂടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നെഗറ്റീവ് സിംറ്റംസ് കുറച്ച് ഇമ്പ്രൂവ് ആയി വരാൻ, അതായത് സോഷ്യൽ വിഡ്രോവൽ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഇതെല്ലാം കുറച്ചും കൂടി ഒരു പോസിറ്റീവ്ലി ഒരു ഇമ്പ്രൂവ് ആയി വരുന്ന ഒരു കണ്ടീഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിനെ അപേക്ഷിച്ച് ഇവിടെ നമുക്ക് ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് പോസിറ്റീവ് ആക്ഷൻ ഓൺ ബോത്ത് പോസിറ്റീവ് സിംറ്റംസ് ആസ് വെൽ ആസ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയാം. അതുകൂടാതെ നേഗ്രോസ്ട്രാറ്റൽ പാത്വേയിലും ആ ഡോപ്പമിനേക്കാൾ കൂടുതൽ സെറട്ടോണിൽ എഫക്റ്റ് ചെയ്ത് ഈ എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം അല്ലെങ്കിൽ ആ ഒരു സൈഡ് എഫക്റ്റിനെ കുറയ്ക്കുവാനായിട്ട് ഈ എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് മേജർ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ് ആൻഡ് മേജർ സൈക്കോപത്തോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്കിസോഫ്രീനിയ പോലുള്ള ഡിസീസസ് ഉണ്ടാവാനുള്ള സൈക്കോപത്തോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. മേജറായിട്ടുള്ള എക്സ്പ്ലനേഷൻ ദാറ്റ് ഈസ് dopamine hypothesis. Okay, hope you have understood.